മാലിങ്കര റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾ സംഘടിപ്പിച്ചു. ഡെപ്യൂട്ടി കളക്ടർ എം എച്ച് ഹരീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസിഡന്റ് പി ദേവൻ ചടങ്ങിൽ അധ്യക്ഷനായി. സെക്രട്ടറി ടി എസ് തമ്പി, എൻ എസ് രഘുവരൻ മാസ്റ്റർ, ജെ പി മണി, സീന അരുൺ, എം പി കനകകുമാർ എന്നിവരും സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ആളുകളെ ഊരിക്കൊണ്ടുവരാൻ കഴിവുള്ളവരാണ് ആളൂർ എന്നുള്ള പേര് അദ്ദേഹത്തിന് വന്നതെന്ന് പലപ്പോഴും തോന്നാറുണ്ട്. അപ്പൊ ഈ നമ്മൾ വാദിക്കുക നീതിയും ന്യായവും, നമ്മൾ ഇതാണ് നീതി ഇതാണ് ന്യായം സ്ഥാപിക്കുക, അത് വളരെ അപകടകരമായിട്ടുള്ള അവസ്ഥയാണ്. അതുകൊണ്ടാണ് നാരായണഗുരു പണ്ട് സർവമത സമ്മേളനം ആലുവയിൽ വെച്ച് നടത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹം എഴുതി വെച്ചൊരു വാദമുണ്ട്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. വാദിച്ച് ജയിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം നമുക്ക് അവതരിപ്പിക്കുന്ന യാതൊരു അർത്ഥവുമില്ല. പക്ഷെ അറിയാനും അറിയിക്കാനുമാണ്. അപ്പൊ ആ ഒരു അർത്ഥത്തിലേക്ക് നമുക്കും നമ്മുടെ ആ ആശയങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ അസോസിയേഷനുകൾ, ഈ പറയുന്ന നമ്മുടെ നാട് നേരിടുന്ന പ്രതിസന്ധികൾ, സാമൂഹികമായിട്ടുള്ള വിഷയങ്ങൾ, പാരിസ്ഥിതികമായിട്ടുള്ള വിഷയങ്ങൾ, കാർഷികമായിട്ടുള്ള വിഷയങ്ങൾ, ഇതെല്ലാം പഠിച്ച് നമുക്ക് വളരെ ഈ ആൾക്കൂട്ടമല്ലാത്ത ഒരു സജീവമായിട്ടുള്ള ഒരു കൂട്ടമായിട്ട് നമുക്ക് മാറണം. അപ്പൊ എന്നെ അതിനൊരു ഭാഗമാക്കാൻ നിങ്ങൾ സന്മനസ് കാണിച്ചതിൽ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. വളരെ പ്രചോദിതമായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് വളരെ താത്വികമായ അഭിപ്രായങ്ങൾ പറഞ്ഞ നമ്മുടെ ബഹുമാന്യ സുഹൃത്ത് സഹോദരമായ കാര്യക്ഷന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഇപ്പോൾ അദ്ദേഹം 1-2 മാസം കഴിഞ്ഞ് സർവീസിലുള്ളൂ അല്ലേ? അത് കഴിഞ്ഞ് നമുക്ക് സജീവമായിട്ടുള്ളൊരു പ്രവർത്തനം കിട്ടാൻ ഏറ്റവും വലിയ നമ്മുടെ ഒരു ഭാഗ്യമാണ്. നമുക്ക് സജീവമായിട്ട് പ്രവർത്തിക്കാനുള്ള കുറവാണ്. പിന്നെ നമുക്ക് ഉഷാറായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ശക്തമായൊരു സുഹൃത്തിനെ കൂടി നമുക്ക് ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം നമ്മൾ അദ്ദേഹത്തെ പ്രത്യേകം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം നമ്മുടെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ രക്ഷാധികാരികളാണ് രഘുവരൻ മാസ്റ്റർ, നമ്മുടെ ജെ പി മണിയാശൻ, നമ്മുടെ സമേത റെസിഡൻസിൻ്റെ പ്രസിഡന്റ് കൂടിയാണ്. വൈസ് ചെയർമാനാണ് സീനാരും പ്രീത സ്വാമിനാഥൻ. ഇവർ രണ്ടുപേരും വൈസ് ചെയർമാന്മാരാണ്. അപ്പോൾ പിന്നെ റെസിഡൻസ് ഈ കൂട്ടായ്മ പ്രതികരിച്ചുകൊണ്ട് രഘു മാസ്റ്റർ കൊണ്ടുപോയി സംസാരിക്കുന്നതാണ്. ഒരു പുതിയ അതിഥി അംഗവുമായിട്ട് എത്തുന്ന ആ മുഹൂർത്തം ഒന്ന് സജീവമാക്കുന്നതിന് വേണ്ടി അദ്ദേഹം നമ്മുടെ റെസിഡൻസിലേക്കുള്ള മെമ്പർഷിപ്പ് ഫീസ് നമ്മുടെ ബഹുമാന്യ പ്രൊഫസർ ശ്രീ കനകകുമാർ ഏൽപ്പിച്ചുകൊണ്ട് ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയാണ്. തുടർന്നും ആളുകൾ ഇതിലേക്ക് കടന്നു വരട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. പലരും തയ്യാറായിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിലൊക്കെ പലരും നമ്മുടെ യൂണിറ്റിലേക്ക് അംഗങ്ങളായിട്ട് വരും. അപ്പോൾ ആ ചടങ്ങിന് വേണ്ടിയിട്ട് കാര്യത്തിൽ ക്ഷണിക്കുന്നു. ചടങ്ങ് കഴിഞ്ഞ ഉടനെ കേക്ക് മുറിക്കാം. ഈ പ്രത്യേകം ഞാൻ ക്ഷണിക്കുന്നില്ല. ഇങ്ങനെ ഉദ്ഘാടന ചടങ്ങുകൾ അവസാനിക്കാം. ഇനി നമ്മുടെ കുട്ടികളുടെയും മുതിർന്നവരുടെയൊക്കെ പരിപാടികളുണ്ട്. എല്ലാവരും തയ്യാറായിട്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ 2 പ്രധാന ചടങ്ങുണ്ട്. കേക്ക് മുറിച്ചിട്ടില്ല. രണ്ടാമത് നന്ദി. നമ്മളുടെ സംഘടനയുടെ നേതൃത്വം വഹിക്കുന്ന ദേവേട്ടനെ ഈ സന്ദർഭത്തിൽ ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാ കുടുംബാംഗങ്ങളും ഈ പരിപാടിയിൽ പങ്കെടുക്കണം എന്നാണ് മുൻകൂട്ടി പറഞ്ഞിട്ടുള്ളത്. കുറച്ച് ആളുകൾ ഈ പരിപാടി നടത്തുന്നതിന് വേണ്ടി പേര് തന്നിട്ടുണ്ട്. ഇനിയും പേര്